കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരു പ്രാവശ്യം കൂടെ അവസരം നൽകിയതിന് കർത്താവിന് നന്ദി പറയാം. വേദപുസ്തകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകമാണ് സങ്കീർത്തനം. നമുക്കറിയാം 150 സങ്കീർത്തനങ്ങളാണ് സങ്കീർത്തന പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാം സങ്കീർത്തനത്തിൽ 2 തരം വ്യക്തികളെ അവിടെ വരച്ചു കാട്ടിയിട്ടുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്ന നീതിമാനായ ഒരു മനുഷ്യനെയും ദൈവത്തിൻ്റെ വഴി വിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന പാപി അല്ലെങ്കിൽ ദുഷ്ടനായ മനുഷ്യനെക്കുറിച്ചും അവിടെ വിവരിച്ചിരിക്കുന്നു. നീതിമാൻ അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു പൈതൽ എങ്ങനെയായിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. നീതിമാനായ ഒരു മനുഷ്യൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാൻ പാടില്ല. അവൻ പാപികളുടെ വഴിയിൽ നിൽക്കാൻ പാടില്ല. പരിഹാസികളുടെ ഇരിപ്പിടത്തിലും അങ്ങനെയുള്ളവർ ഇരിക്കാൻ പാടില്ല. സ്തോത്രം. അവനെ ദൈവം പ്രത്യേകമായിട്ട് വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവവചനങ്ങളും നൽകി പ്രത്യേകമായി ദൈവത്തിന് വേർതിരിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. ഇനിയും ഒരിക്കലും ദുഷ്ടന്മാരുടെ ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടുകളും അങ്ങനെയുള്ളവർ ഉണ്ടാക്കുവാൻ പാടില്ല എന്ന് ദൈവവചനം അനുശാസിക്കുന്നു. പാപികളുമായിട്ട് അവർക്ക് യാതൊരു സംസർഗവും പാടില്ല. പരിഹാസികൾ ഇരിക്കുന്ന ഇടത്ത് അവർ പോകുവാൻ പാടില്ല. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു മുന്നറിയിപ്പും താക്കീതും കൂടെയാണ്. സ്തോത്രം. ഇതാ, ദൈവത്തെ അനുസരിക്കുന്നവൻ, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവൻ, അവൻ നിശ്ചയമായും അനുഗ്രഹം പ്രാപിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നു. അവൻ നിശ്ചയമായും ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ തക്ക കാലത്ത് ഫലം കായ്ക്കുകയും ഒരിക്കലും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവത്തോട് ചേർന്നിരിക്കുന്നതുകൊണ്ട്, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നതുകൊണ്ട്, അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നൽകിക്കൊടുത്ത് അവനെ ഉയർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യും എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. എന്നാൽ ദുഷ്ടനായ അല്ലെങ്കിൽ പാപിയായ ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ എത്രയെന്നാണ്. നാം നെല്ല് കൊയ്ത് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് നല്ല നെല്ലുമുണ്ട്, പതിരായതുമുണ്ട്. അവയെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. സ്തോത്രം. അകത്ത് മുഴുവനും അരിമണിയുള്ള നെല്ല് ആ പ്രക്രിയയിൽ താഴേക്ക് വീഴുകയും പതിർ കാറ്റത്ത് പറന്നു പോവുകയും ചെയ്യും. സ്തോത്രം. ഒരിക്കലും പതിര് ചാക്കിൽ കെട്ടി ആരും അറയിൽ സൂക്ഷിക്കാറില്ല. അത് ഉപയോഗമില്ലാത്തതായതുകൊണ്ട് അത് കത്തിച്ച് കളയുകയാണ് പതിവ്. സ്തോത്രം. അതുപോലെ തന്നെ ആയിരിക്കും ദുഷ്ടൻ്റെ അവസ്ഥയും എന്നാണ് അവിടെ പ്രത്യേകമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ തന്നെ
ദുഷ്ടനായവന് ന്യായവിസ്താര സഭയിലും നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കാൻ കഴിയത്തില്ല എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. സ്തോത്രം! എത്ര കൃത്യമായിട്ടാണ് ദൈവവചനം അവിടെ എഴുതിയിരിക്കുന്നത്. ഒരു തെറ്റ് ചെയ്തവൻ, പാപം ചെയ്തവൻ, ദുഷ്പ്രവൃത്തിക്കാരൻ ഒരിക്കലും ഒരു ന്യായവിസ്താര സഭയിലും നീതിമാന്മാരുടെ സഭയിലും തല ഉയർത്തി നിൽക്കുവാൻ പറ്റുകയില്ല. സ്തോത്രം! ദുഷ്ടൻ്റെ വഴി നാശകരമാകുമ്പോൾ നീതിമാന്മാരുടെ വഴി അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. ഈ ദുഷ്ടനും നീതിമാനും മനുഷ്യൻ ആഗ്രഹിച്ച് സൃഷ്ടിച്ച വ്യക്തികളാണ്. സ്തോത്രം! ഒരു മനുഷ്യനും പാപിയായിട്ട് ജനിക്കുന്നില്ല, ഒരു മനുഷ്യനും ദുഷ്പ്രവൃത്തിക്കാരനായിട്ട് ജനിക്കുന്നില്ല. അവൻ്റെ പശ്ചാത്തലങ്ങൾ, അവൻ വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ് അവനെ അങ്ങനെയുള്ളൊരു വഴിത്തിരിവിലേക്ക് എത്തിക്കുന്നത്. സ്തോത്രം! നമുക്ക് ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ നടന്ന് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ച് നീതിമാന്മാരുടെ പട്ടികയിൽ എഴുതി കാണുവാൻ നമുക്ക് ആഗ്രഹിക്കാം. സ്തോത്രം! ഏതു മനുഷ്യനും എത്ര ദുഷ്ടനായാലും ദൈവം ഒരു വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ അവൻ മടങ്ങി വന്നാൽ അവൻ്റെ പാപം എത്ര കടുംചുവപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് നമ്മുടെ കർത്താവ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും ഈ പാപമംഗലമായ ജീവിതത്തിൽ നിന്ന് ഒരു മോചനം നേടി കഴിഞ്ഞകാല ജീവിതത്തെ പൂർണ്ണമായിട്ടും നമ്മിൽ നിന്ന് അകറ്റിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്കും അങ്ങേയറിഞ്ഞ് ജീവിക്കുവാൻ ആഗ്രഹമുണ്ട്, എന്നെ അതിന് സഹായിക്കണമേ. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച കുറവുകളൊക്കെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിശ്ചയമായും ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുമെന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം എല്ലാവർക്കും ആശംസിക്കുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.